എത്ര ചങ്ങായിമാരെ വർത്താനം മഴയൊക്കെ ഉണ്ടായില്ലാട്ട് ഇവിടെ പെരും മഴയാണ് കേട്ടോ. എത്തപ്പം രാവിലെ തന്നെ അടുപ്പത്തൊരു തുരപ്പം പണി വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടാട്ട് ഞാനിന്നൊരു വെറൈറ്റി സാധനമായിട്ട് ഉണ്ടാക്കാൻ പോണത്. എത്താന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരൂല കേട്ടോ, നിങ്ങൾ കണ്ടാട്ടത് മനസ്സിലാക്കിയോളൂ കേട്ടോ. അതിന് നമ്മൾ ആദ്യം തന്നെ അടുപ്പത്ത് തിരിച്ചൊക്കെ മൂട്ടി ഉണ്ടാക്കണം കേട്ടോ. ഓലോടിമേൽ ഇതാ നല്ലോണം തിരിച്ച് കത്തിച്ച് കേട്ടോ. ഓലോടിക്കൊക്കെ ഒരു കത്താൻ മടി ഉണ്ട്, മായും തണുപ്പും ഒക്കെ ആയതുകൊണ്ടേ. പിന്നെ കുറേ ചിരട്ടൊക്കെ എടുത്താൽ മതി കേട്ടോ, അപ്പോൾ പാളി കത്തിയോളൂ കേട്ടോ. മാണെങ്കിൽ ഒരു നുള്ളു കാസറ്റും പറഞ്ഞോളി, വേഗം കത്തി പിടിച്ചാൽ വേണ്ടി. ഒന്നായിട്ട് കൗത്തണ്ട കേട്ടോ, ഒന്നായിട്ട് കൗത്തിയാൽ പിന്നെ ഇവിടെ തീപിടുത്താവേ. ഞാൻ കാസറ്റൊന്നും പറഞ്ഞില്ല കേട്ടോ, കാസറ്റ് ഇവിടെ വെളുക്ക് പാരാൻ തന്നെ തയ്യില്ല കേട്ടോ. കുറേ ഓലോടിയും ബെറുങ്കൊള്ളിയൊക്കെ വെച്ചാട്ട് പിന്നെ ഓടകോയിലെടുത്താട്ട് നല്ലോ ഊതി കത്തിച്ചിട്ടോ. ഊത്തിന് പിന്നെ നമുക്ക് പണ്ടേ ഒരു കുറവുമില്ലല്ലോ. ഇത് നമ്മളെ കാക്കൻ്റെ പെണ്ണുങ്ങളാടുന്ന് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ചെമ്മീൻ ഓല് കടപ്പുറം ഭാഗത്തായതുകൊണ്ട് ഓൽക്ക് അവിടെ നിറച്ച് മീൻ കിട്ടിയണോല്ലോ കേട്ടോ. അങ്ങനെ ഈ ചെമ്മീൻ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ നമുക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് കേട്ടോ. അതിന് ആദ്യം തന്നെ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ വെട്ടിമുറിച്ചാട്ട് അടുപ്പത്തേക്ക് ചെറിയൊരു ചെമ്പട്ടി കയറ്റി വെച്ചിട്ടോ. ചെമ്പട്ടി കയറ്റി വെച്ചാട്ട് ഒന്ന് ചൂടായി വന്നപ്പോഴേക്ക് കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞു കൊടുത്ത്. പിന്നെ അതായിക്ക് നമ്മൾ മറ്റേ സാധനങ്ങളൊക്കെ ഇട്ടെടുത്തിട്ടോ. ബിരിയാണിക്ക് ഇടുന്ന ഗ്രാമ്പൂ പട്ട ഒക്കെ അല്ലേ, അതൊക്കെ ഇട്ടെടുത്തിട്ടോ. ഇങ്ങോട്ട് പിന്നെ നമ്മൾ ഉള്ളി ഇട്ടെടുത്ത്. ഞാനും താത്തയും കൂടിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. രണ്ടാൾക്കും വലിയ അറിവൊന്നും ഇല്ല കേട്ടോ ഇതിനെ പറ്റിയായിട്ട്. നിങ്ങളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കാണാം, അച്ചേക്ക് ഉണ്ടാക്കരുത് ഇച്ചേക്ക് ഉണ്ടാക്കരുത് എന്നൊക്കെ. ഏതായാലും ഞങ്ങൾ ആദ്യം തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് ബാട്ടി മസാല ഉണ്ടാക്കുകയാണ് കേട്ടോ. ഉള്ളി വെളിച്ചെണ്ണയിലിട്ട് നല്ലോ ചേക്ക് തിരിച്ചെത്തിച്ചാട്ട് ഇങ്ങനെ ബാട്ടി കൊടുക്കണേ. ഉള്ളി കുറച്ചൊന്ന് ബാടി വന്നപ്പോൾ പിന്നെ നമ്മളെ ഇഞ്ചും വെളുത്തുള്ളി അരച്ചുണ്ടായിന് കേട്ടോ. അത് കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നല്ലോ ഇളക്കി കൊടുക്കണേ. അങ്ങനെ താത്ത കുറേ നേരം ഇളക്കിട്ടോ, അതിൻ്റെ ആ പച്ചമണം മാറുവോളം. അങ്ങനെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേന് പിന്നെ കുറച്ച് തക്കാളി വെട്ടിമുറിച്ചുണ്ടായിന് കേട്ടോ. അതും കൂടി അതിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ മല്ലിപ്പൊടി, മുളകുപൊടി, ഗരം മസാല പൊടി, അതേപോലെ മഞ്ഞപ്പൊടി, അച്ചക്കത്തെ കുറേ പൊടികളൊക്കെ അല്ലേ, അതൊക്കെ ഇങ്ങനെ പാകത്തിന് ഇട്ട് കൊടുത്ത് നല്ലോ ഇളക്കുക കേട്ടോ. എല്ലാ പൊടിയും ഏതൊക്കെയാണെന്ന് ഞാൻ എടുത്തിട്ട് പറഞ്ഞൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ ബിരിയാണി മസാലയൊക്കെ എത്തൊക്കെ പൊടി ഇടേണ്ടിയെന്നൊക്കെ. നിങ്ങൾക്ക് ഇന്ത്യയിലേറെ നല്ല അറിവുണ്ടെന്നുള്ള വെച്ചാൽ നല്ലോ അറിയാം. കാരണം കഴിഞ്ഞ വീഡിയോൻ്റെ താഴത്തെ ആ മീനിൻ്റെ കാട്ടം കളിന പോലെ തിരക്കേനി. അതിൻ്റെ ഇടയിൽ നമ്മളെ മസാലയിൽ ഇപ്പം പഞ്ചാരയും ഒക്കെ ഉണ്ടോ എന്ന് നോക്കുമാണ് കേട്ടോ. അങ്ങനെ അതാ കുറച്ച് ഇപ്പം പോരായ്മ തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇപ്പം ഭാര്യയിട്ട് എടുത്തിട്ടോ. നമ്മൾ പിന്നെ നല്ലോ ഇളക്കട്ടോ. പിന്നെ കുറച്ച് തൈരും പാർന്നു കൊടുത്തേ, ഒരു പുളിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ മറ്റേ ഇലകളൊക്കെ അല്ലേ, ആ കരിയേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പിൻ്റെ ഇല, പുതിനൻ്റെ ഇല, അങ്ങനത്തെ കുറച്ച് ഇലകളൊക്കെ അല്ലേ, അതും കൂടി ഇട്ടെടുത്ത് നല്ലോ ചേക്ക് ഇളക്കി ബാട്ടി ഉണ്ടാക്കുക കേട്ടോ. നമ്മൾ ഉള്ളിയൊക്കെ നല്ലോണം ബാടി വന്നു കേട്ടോ. അത് ബാടി കുഴഞ്ഞ് വന്നപ്പോൾ പിന്നെ നമ്മൾ നേരെ നന്നാക്കി വെച്ചാൽ ചെമ്മീനില്ലേ, ചെമ്മീൻ നല്ലോണം കഗ്ഗിയായിട്ടാട്ടോ അതെടുത്തത്. നല്ലോണം കഗ്ഗി നന്നാക്കി എടുത്തതാണ്. ഇങ്ങോട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങോട്ട് ഇതേപോലെ നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. ചെമ്മീൻ കുറച്ചൊരു വേവുള്ള സാധനമാണ് കേട്ടോ. അത് ചരച്ച് കുറേ തിരിച്ചത്തിച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു റബ്ബർ കട്ട പോലെ ആവും ചെയ്യും കേട്ടോ. പിന്നെ തിന്നാനും കജൂലേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം ചെമ്മീൻ്റെ ബേയ് നമുക്ക് എപ്പോഴും ഇങ്ങനെ നോക്കേണ്ടി വരും കേട്ടോ. മീൻ നല്ലോണം തേച്ചാക്കി നന്നാക്കിയിട്ട് എടുത്തതെന്ന് പറയാൻ കാരണത്താണോ, കഴിഞ്ഞ വീഡിയോൻ്റെ താഴത്തെ മുരിങ്ങൻ്റെ ഇല കഗ്ഗണ പോലെ തിരക്കുണ്ടായിന്. മുരിങ്ങൻ്റെ ഇല കഗ്ഗിയില്ലല്ലോ എന്നുള്ള പരാതിയായിന്. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടി പിടിച്ചാദ്യമാണല്ലോ നമ്മൾ നോക്കുക. അങ്ങനെ തിരിച്ച് കുറച്ച് വെച്ചാട്ട് പിന്നെ ഞാൻ നേരെ ബിരിയാണീൻ്റെ അരി എടുത്തായിട്ട് കഗ്ഗാൻ വേണ്ടിയിട്ട് ഒരുങ്ങിട്ടോ. അത് നല്ലോണം തേച്ചൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ തേച്ചൊക്കെ ഞങ്ങൾ ആരും കണ്ടില്ല അറിയണ്ട കേട്ടോ. അരി തേച്ചൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ മസാല ഒക്കെ ബന്ധ് വരാനുള്ള നേരമായിട്ടോ. അങ്ങനെ ഞാൻ നേരെ തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം ബന്ധാണ്. അങ്ങോട്ട് പിന്നെ ഞാൻ നേരെ അടുപ്പത്ത് നിന്ന് ഇപ്പുറത്തെ അടുപ്പൊക്കെ മാറ്റി വെച്ചിട്ടോ. പിന്നെ നേരെ നമ്മളെ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ചെമ്പുടുക്കല്ലേ, വലിയ ചെമ്പുടുക്ക തീമൊക്കെ കയറ്റി വെച്ചേ. ചെമ്പുടുക്കൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മളതിക്ക് കുറച്ച് ഡാൾഡൻ്റെ നെയ്യാക്കി കൊടുക്കട്ടോ. ഞാൻ ഡാൾഡൻ്റെതാണ് ഇടുന്നത്, നിങ്ങൾ വേറെ ഏതെങ്കിലും ഇട്ടോളിട്ടോ. പിന്നെ ഈ കണ്ട സാധനങ്ങളൊക്കെ അതിൽ ഇട്ട് കൊടുക്കട്ടോ. ഇല, പുക, കായ് ഒക്കെ അല്ലേ, ഒക്കെ അതിൽ ഇട്ട് കൊടുക്കുക. കുറച്ചൊന്ന് ചൂടായി വന്നപ്പം ഞാൻ അതിന് കടന്ന് ഇങ്ങനെ പൊട്ടി തെറിച്ചിട്ടോ. അത് നല്ലോണം ഇളക്കി കൊടുക്കട്ടോ. പിന്നെ അങ്ങനെ ആ പൊട്ടി തെറിച്ചിട്ടോ നോക്കി കുറേ നേരം കുത്തിരുന്നാലേ നല്ലോണം കരിട്ടോ. കാരണം എൻ്റെ കുറച്ച് കരിഞ്ഞപ്പോത്തിന് പിന്നെ ഞാൻ വേഗം കുറച്ച് വെള്ളം എടുത്ത് പാർന്നു കൊടുത്തിട്ടോ. പത്തടങ്ങായി വെള്ളമൊന്നും പാരണ്ട കേട്ടോ. അവനാൻ്റെ ആവശ്യത്തിന് അത്രയുള്ള പാർന്നാൽ മതി. അവനാൻ എത്ര അരി എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ പാര കേട്ടോ. ഇന്നിപ്പം ഇവിടെ കുറച്ച് തോനെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ കുറച്ച് തോനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചോറും. എന്നിട്ട് ആ വെള്ളത്തേക്ക് നമുക്ക് വേണ്ടി അത്ര ഇപ്പം പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം പൊടി ഇട്ടായിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഒന്ന് മൂടി വെക്കുക കേട്ടോ. മൂടി വെച്ചിട്ട് ഞാൻ വെള്ളം നല്ലോണം തിളച്ച് വരണം കേട്ടോ. തിളച്ച് മറിഞ്ഞ് വരണേ. അതിൻ്റെ ഇടയിൽ ഞാൻ തുറന്നിട്ട് കുറച്ച് ക്യാരറ്റ് കണ്ട മുറിച്ച് വെച്ചിട്ടുണ്ടായിട്ടോ. അത് വൈക്കൊന്ന് വിതറി എടുത്തിട്ടോ. പിന്നെ കുറച്ച് നേരം കൂടി നല്ലോണം അടച്ച് മൂടി വെച്ചിട്ടോ. മൂടി പിന്നെ തുറന്ന് നോക്കിയപ്പം വെള്ളം നല്ലോണം തിളച്ച് മറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നല്ലോ ഉരുണ്ട് മറിൻ്റെ അതിൽ കിടന്നിട്ട് അപ്പം നമ്മൾ അരി എടുത്തായിട്ട് നേരെ അതിക്ക് ചെരിഞ്ഞ് കൊടുക്കുക കേട്ടോ. ഇങ്ങോട്ട് മെല്ലെ ഒന്ന് ഇളക്കിയായിട്ട് നല്ലോണം മൂടിയൊക്കെ കേട്ടോ. പിന്നെ
പിന്നെ ഈ അരി അതിൽ കിടന്നാട്ട് നല്ലോണം വെന്ത് വരണം കേട്ടോ. ഇത് നമ്മളെ മോഡൽ ബിരിയാണിയാണ് കേട്ടോ. നിങ്ങളിത് ഉച്ചയ്ക്കൊന്നും ആയി തരൂല. ഞങ്ങളത്ര പ്രൊഫഷണൽ കുക്കർമാരൊന്നും അല്ല കേട്ടോ. നാലും അവിടെയും ഇവിടെയും കുറച്ചൊക്കെ ഉണ്ടാക്കലറിയാം. ആ ഉള്ള വെച്ചായിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുകയാണ്. ഈ അരി കണ്ടിട്ട് ചൈനാത്രം ബേളുള്ള അരിൻ്റെ അരിയൊന്നും തോന്നില്ല കേട്ടോ. ഏതായിട്ടും ആ വെള്ളത്തിൽ കിടന്ന് നല്ലോണം തിളച്ച് വെന്ത് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അടി പിടിച്ചാതെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണേ. അങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ പറ്റി കുറച്ചൊന്ന് വെന്ത് വന്നപ്പോൾ പിന്നെ ഞാൻ അടുപ്പത്തു നിന്ന് തിരിച്ച് പിരിച്ചാട്ട് ഇപ്പുറത്തെ അടുപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടോ. നല്ലോണം ചൂടൊക്കെ ഒന്ന് കുറയട്ടെ. ഞാൻ കണലത്ത് നിന്നാട്ട് ഇങ്ങനെ ബന്ധുവിളിട്ട് കുറച്ച് നേരം ആ കണലിൽ കുത്തിർന്നാട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ വേവുമ്പേ അതിന് വേറൊരു രസം തന്നെ ആയി വരും കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ പറ്റി ചോറ് നല്ലോണം ബന്ധപ്പോൾ ഞാൻ തീമെന്ന് ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ടോ. തീമെന്ന് ഇറക്കി വെച്ചാട്ട് നമ്മൾ ബിരിയാണി ദമ്മിടാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. ഇതാണ് കേട്ടോ നമ്മളെ മസാലേൻ്റെ നെറുവിൽ ആണെങ്കിൽ ഒരു ബായന്തലൊക്കെ വെക്കണവർക്ക് വെക്കട്ടോ. ഇപ്പം നല്ല മഴ ആയതുകൊണ്ട് ബായന്തല കുറേ പുജ്ജ് നിന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ ദീക്ക ആക്കിയില്ലേ. അങ്ങനെ നമ്മളെ ബിരിയാണീൻ്റെ ചോറ് ഒരു ബസ്സിൽ കോരിയായിട്ട് കുറച്ച് അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. ഓരോ തട്ടാക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഓരോ തട്ടിടുമ്പോൾ നമ്മൾ അണ്ടിയും മുന്തിരിയും കരിച്ചുണ്ടാവില്ലേ, വെളിച്ചെണ്ണയിലിട്ടിട്ട് അങ്ങനെ പാർന്നു കൊടുക്കണം കേട്ടോ. പിന്നെ ലാസ്റ്റത്തെ തട്ട് വരെ ഇടൽ കഴിഞ്ഞിട്ട് ഞങ്ങളത് ലാസ്റ്റത്തെ തട്ടായപ്പോൾ അതിൻ്റെ നെറുവിൽ കുറച്ച് മല്ലിച്ചപ്പും പൊതിനയും കുറച്ച് നെയ്യും ഒക്കെ പാർന്നു കൊടുത്തിട്ടോ. ഞാൻ ഒന്നുകൂടി മണട്ടോ അടുപ്പത്ത് വെച്ചായിട്ട് നല്ലോണം ദമ്മിടുക. ലാസ്റ്റ് കുറച്ച് ബിരിയാണിൻ്റെ മസാലപ്പൊടി ഇല്ലേ അത് അതിൻ്റെ നെറുവിൽ വിതറിയും കൊടുത്തേന് കേട്ടോ. ഞാൻ നമ്മൾ നല്ലോണം ദമ്മിടുമ്പോൾ അതിലൂടെ ഇറങ്ങി പിടിച്ചോളൂ കേട്ടോ ആ ചോറ്റയ്ക്ക് ഫുള്ളായിട്ട്. അങ്ങനെ തട്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബിരിയാണി നേരെ നമ്മൾ തീമക്ക തന്നെ പിന്നെ എടുത്ത് വെച്ചിട്ടോ. തീമക്ക തന്നെ എടുത്ത് വെച്ചാട്ട് അമ്മക്കുട്ടി ഉണ്ടായിരുന്നിട്ട് ആ മൂലയിൽ അടുത്തായിട്ട് നേരെ ബിരിയാണി പാത്രത്തിൻ്റെ നെറുക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ടോ. എത്തേലും ഒരു കനം വെക്കണം വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് വെക്കണത്. ഞാൻ കണലത്ത് കിടന്നിട്ട് ഇങ്ങനെ ആ നെച്ചും അതേപോലെ ആ ബിരിയാണി മസാലയൊക്കെ ഒന്നേക്ക് പിടിച്ച് വരണം കേട്ടോ. ആ നേരം കൊണ്ട് ഞാൻ നേരെ തിരുമ്പി കുളിച്ചാൻ വേണ്ടി പോയിട്ടോ. തിരുമ്പി കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ബിരിയാണി അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ടായിന്. അപ്പോത്തിന് വെച്ച് പണിക്കോ ആൾ നേരമായി ഉണ്ടായിട്ടോ. ബിരിയാണി ചമ്പട് പൊട്ടിച്ചവൻ്റെ മക്കളെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല മണം അങ്ങനെ വരുന്നുണ്ട്. ഇനി ബിരിയാണി അതേപോലെ നല്ലോണം ഇളക്കി കൊടുക്കട്ടോ. ആ മഞ്ഞ കളറൊക്കെ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് ആട്ടട്ടോ. അപ്പോഴേ ആ ബിരിയാണിൻ്റെ ഒരു കളർ ഇങ്ങോട്ട് വരുള്ളൂ കേട്ടോ. കുറേ നേരം ഇളക്കി ഇവിടെ കുത്തിരുന്നുണ്ട്. പണിക്കോ നേരം വെക്കുന്നുള്ളതുകൊണ്ട് കുറച്ച് ഇളക്കിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നേരെ ഇളാപ്പൻ്റെ ബായമേ പോയിട്ട് ഇള്ളിലേക്ക് നല്ലൊരു ഇല നോക്കി വെട്ടി കൊണ്ടുവന്നിട്ടോ പുജ്ജിനകത്ത്. എന്നിട്ട് അത് നല്ലോണം തീമേ വെച്ച് ബാട്ടിയെടുത്ത് അയച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ചോറ് ഇങ്ങോട്ട് ഞാൻ അയക്ക് വിളമ്പിട്ടോ. ബിരിയാണി ചോറ് കുറച്ച് തോനെ ചോറ് എടുത്തതിന് കേട്ടോ. ചോറ് അവിടെ ഉള്ളവർക്കും വേണ്ടി വരും. നമ്മളവിടെ കൊണ്ടുപോയി വെച്ചാൽ തന്നെ 4 തലക്കുന്ന ഓരോരുത്തരെ കജ്ജ് ഇങ്ങോട്ട് വരും കേട്ടോ. അതൊക്കെ ഒരു രസമല്ലേ എല്ലാവരും ഇങ്ങനെ ബട്ടത്തെ കൂടി കുത്തിരുന്നാട്ട് തിന്നാലൊക്കെ. അങ്ങനെ ചോറ് ഒരു 4 ആൾക്കുള്ളതൊക്കെ ഞാൻ ആ ബായന്തലേക്ക് വിളമ്പിട്ടോ. പിന്നെ അത് അതിൻ്റെ നെറുവിൽ നമ്മളെ ചെമ്മീൻ മസാല ഇട്ടോ. ചെമ്മീൻ മസാല അതിൻ്റെ നെറുവിൽ നല്ലോണം വിളമ്പി വെച്ച് കൊടുത്തിട്ടോ. എന്തോ ഒരു മണമാണ് ഇതിനെ അറിയോ. വിളമ്പുമ്പം തന്നെ നല്ല ബിരിയാണിൻ്റെ മണം മൂക്കൊക്കെ കൂടെ അടിച്ച് കയറുകയാണ് കേട്ടോ. നിങ്ങളൊക്കെ ഉച്ചയ്ക്ക് തന്നെ അയ്യരൂക്കാരല്ലേ ഉണ്ടാക്കൽ ബിരിയാണി. എങ്ങനെ ഉണ്ടാക്കൽ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടോളിട്ടോ. ഇതിൻ്റെ കുറ്റം കുറവൊക്കെ ആവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളി. കാരണം അടുത്ത് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ഉഷാറാക്കണമെങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ വേണ്ടിവരും കുറേ നോക്കുക. പിന്നെ ഞാൻ കുറച്ച് തൈരും വിളമ്പിട്ടോ. തൈരും അച്ചാറും ഒക്കെ വിളമ്പി. ഇത് ഞാൻ വാങ്ങിയ അച്ചാറാണ് കേട്ടോ. ഇവിടെ ഉണ്ടാക്കിയ അച്ചാറൊന്നും അല്ലേ. ഉണ്ടാക്കി വെച്ചതിന് അച്ചാറൊക്കെ വേഗം തലവഞ്ഞ് കഴിഞ്ഞാണ് കേട്ടോ. അച്ചാറിന് ഇപ്പോൾ ഒരു കമ്പനി തുടങ്ങിയാലും ഇവിടെ അച്ചാർ തയ്യൂല കേട്ടോ ആർക്കും. അങ്ങനെ ആ ബായന്തലൊക്കെ ഒരു പേപ്പറിലാക്കിയിട്ട് നല്ലോണം കെട്ടി പൊതിഞ്ഞിട്ടോ. ശരിക്കും ഒരു പൊതിച്ചോറ് മോഡലാക്കി ഞാൻ ചൂടോടൊക്കെ അങ്ങനെ ആ ബായന്തല നിൽക്കുമ്പോഴേ ആ ബായന്തലൻ്റെ ഒരു ഫ്ലേവറും കൂടി ഇങ്ങോട്ട് കിട്ടും കേട്ടോ നമ്മൾ തുറക്കുമ്പം. അപ്പം നല്ല രസം ഉണ്ടാവട്ടെ തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നേരെ ഒരു കവറിലാക്കിയിട്ട് പണിക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിമേ കയറി ഒരുങ്ങി പോലെടുത്തിട്ടോ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആദ്യം ഹോസ്പിറ്റലിലെത്തിയിട്ട് നേരെ പഞ്ച് ചെയ്ത് പിന്നെ നേരെ പള്ളിക്കൊക്കെ പോയത്. ജുമ ഉണ്ടാവുമല്ലോ. ജുമ കഴിഞ്ഞ് പിന്നെ നേരെ വന്നിട്ടോ നമ്മളെ ചോറ്റുമ്പരേക്ക് എത്തിയിട്ട് തന്നെ നേരെ ചോറ്റുമ്പൊതി ഇങ്ങോട്ട് തുറന്ന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ബായിൻ്റെ ഇലയിൽ എത്തള്ള വിചാരിച്ചിട്ട് തുറന്നിട്ട് നോക്കിയപ്പോൾ നമ്മളെ ബിരിയാണിക്ക് ഒന്നും കൂടി സെറ്റായി വന്നതിന് കേട്ടോ. ആ ബായിൻ്റെ ഇലയിൽ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ടൊടിച്ചിട്ട് എന്നാലും സാരമില്ല കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാവരും കൊണ്ടും ഭാര്യ എടുക്കാൻ പറഞ്ഞിട്ടോ. മാണ്ടിയോലൊക്കെ അങ്ങനെ ഓരോ തലക്കുന്ന ഓരോ കജ്ജുമായിട്ട് ബെരലെടുത്ത് തിന്ന് കഴിയുമ്പോൾ തന്നെ ഓരോരുത്തർ നല്ല രസമുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ചൂറ്റായിട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം ആളുണ്ടായത്. ഞാൻ അടുത്ത ഇൻഷാല്ലാ നമുക്ക് മന്തിയാക്കാന്നാൽ. എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അവിടെ എന്നും മുരിങ്ങൻ്റെ ഇലയും ചക്കക്കുരും കറുത്തിയൊക്കെ തന്നെയാണോ എന്ന്. അത് മാത്രമൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്കത്തത് ഉണ്ടാക്കലൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും അതിൻ്റെ ഒരു രസം വേറെ തന്നെ കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ തീറ്റി കഴിഞ്ഞിട്ട് യുദ്ധത്തിന് ഇറങ്ങിയിട്ടോ.